സംസ്ഥാനത്തെ സ്വകാര്യ മെസ് മേഖല കടുത്ത തകർച്ചയിലേക്ക് നീങ്ങുന്നതായി സൂചന. കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിലെ സൗജന്യ യാത്രാ സൗകര്യങ്ങളെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ വൻ നഷ്ടത്തിലായ പശ്ചാത്തലത്തിൽ കടുത്ത സമര പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബസ് ഉടമകൾ. വരും ദിവസങ്ങളിൽ ചർച്ചകളിലൂടെ ശാശ്വത പരിഹാരം ഉണ്ടായെങ്കിൽ ജൂലൈ 20 മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്ററുടെ ഫെഡറേഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിട്ട് ബാധിച്ചിരിക്കുന്നത് റൂട്ടുകളിൽ ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളെയാണ്. കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിൽ വിപുലമായ സൗജന്യ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബസ്സുകളിലെ പ്രതിദിന കളക്ഷനെ പൂർണ്ണമായും തകിടം മറിച്ചു. പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളെയാണ്. കളക്ഷൻ കുത്തനെ ഇടിഞ്ഞതോടെ ബസ് ഉടമകളെ ഏകപക്ഷീയമായി ശമ്പളം പകുതിയായി കുറയ്ക്കുകയായിരുന്നു. മുൻപ് ഒരു ദിവസത്തെ ജോലിക്ക് 1200 വരെ കൃത്യമായി ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഡ്രൈവർമാർക്ക് ബസ് ഉടമകൾ നൽകുന്നത് വെറും 600 രൂപ മാത്രമാണ്. മുൻപ് 600 രൂപയ്ക്ക് മുകളിൽ ദിനം ലഭിച്ചിരുന്ന കണ്ടക്ടർമാർക്കും ഇപ്പോൾ ഒരു ദിവസത്തെ സേവനത്തിന് വെറും 300 രൂപ മാത്രമാണ് കൈപ്പറ്റാൻ സാധിക്കുന്നത്. ദൈനംദിന ചിലവുകളും കുടുംബത്തിന്റെ ആവശ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത രീതിയിൽ വേതനം കുത്തനെ കുറഞ്ഞതോടെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്. യാതൊരു മുൻകൂട്ടി അറിയിപ്പുമില്ലാതെ വേതനം പകുതിയാക്കി ചുരുക്കിയ ബസ് ഉടമകളുടെ ഈ കടുത്ത നടപടികൾക്കെതിരെ ജീവനക്കാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി കഴിഞ്ഞു. തൊഴിലാളികൾ തമ്മിലുള്ള ഈ ആഭ്യന്തര തർക്കം പലയിടങ്ങളിലും സർവീസുകളെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. തൊഴിലാളികളുടെ ശമ്പളം പകുതിയായി കുറഞ്ഞതോടെ പ്രാദേശിക തലത്തിൽ പ്രതിഷേധങ്ങൾ പുകയുമ്പോൾ ആ പ്രതിസന്ധിക്ക് കാരണക്കാരായ കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രകൾക്കെതിരെ സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് വലിയൊരു സമരത്തിനായി ബസ് ഉടമകളുടെ സംഘടനകൾ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. തൊഴിലാളികളുടെ പ്രതിഷേധം ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് സർക്കാരിനെതിരെ നേരിട്ടുള്ള സമരത്തിനാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഒരുങ്ങുന്നത്. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ അനുവദിച്ചിരിക്കുന്ന വിപുലമായ സൗജന്യ യാത്രാ സൗകര്യങ്ങൾ കാരണം സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. ഇത് തങ്ങളുടെ സർവീസുകളെ പൂർണ്ണമായും നഷ്ടത്തിലാക്കിയെന്നാണ് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വരും ദിവസങ്ങളിൽ കൃത്യമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ സംഘടന തീരുമാനിച്ചത്. അതേസമയം സ്വകാര്യ ബസ് മേഖല നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ നയം വ്യക്തമാക്കി. ബസ് ഉടമകൾക്ക് യാതൊരു കാരണവശാലും സർവീസുകൾ നിർത്തിവെക്കരുതെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ഓർഡിനറിയും ഒരേ റൂട്ടിൽ ഒരേ സമയം ഓടുന്ന സ്ഥലങ്ങളിലാണ് നിലവിൽ വലിയ പ്രശ്നങ്ങളുള്ളത്. റോഡിലെ കടുത്ത മത്സരം ഒഴിവാക്കാൻ ഇരുവിഭാഗത്തിന്റെയും സമയം പരസ്പരം ക്രമീകരിച്ചു നൽകി ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കുമെന്നും ഗതാഗത മന്ത്രി സഭയിൽ ഉറപ്പു നൽകി. നികുതിയിൽ 59% ഇളവ് നൽകിയും പരസ്യ വരുമാനത്തിലുള്ള അനുമതി പ്രഖ്യാപിച്ചും സ്വകാര്യ ബസ് മേഖലയെ പിടിച്ചു നിർത്താൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ശമ്പളം പകുതിയായി കുറഞ്ഞ ജീവനക്കാരുടെ പ്രതിഷേധവും ജൂലൈ 20 പ്രഖ്യാപിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് സമരവും വരും ദിവസങ്ങളിൽ ഗതാഗത വകുപ്പിന് കനത്ത വെല്ലുവിളിയാകും ഉയർത്തുക. വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ സർക്കാർ എങ്ങനെ പരിഗണിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.